വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഡാഷ് ഈസ് ദ ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ICA. ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വന്നിട്ട് ജനറൽ കൗൺസിൽ, ബി ജനറൽ അസംബ്ലി, സി റീജിയണൽ അസംബ്ലീസ്, ഡി സെക്ടറൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ ICA ബന്ധപ്പെട്ട് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. ICAയുടെ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ICA എന്ന ചോദ്യം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ICA. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഹയസ്റ്റ് അതോറിറ്റി ഏതാണ് ICAയുടെ? ജനറൽ അസംബ്ലിയാണ് ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ICAയുടെ സെക്ടറൽ ഓർഗനൈസേഷൻസ് പഠിക്കണം. ആ സെക്ടറൽ ഓർഗനൈസേഷൻസിൻ്റെ ഫുൾ ഫോമും അതുപോലെ തന്നെ അതിൻ്റെ ആസ്ഥാനങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കണം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാസ് ദ കോപ്പറേറ്റീവ് മിനിസ്റ്റർ വെൻ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ സ്റ്റാർട്ടഡ് ഇൻ കേരള. ആരായിരുന്നു ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ്റെ സമയത്ത് സഹകരണ മിനിസ്റ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബേബി ജോൺ, ബി M കമലം, സി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, പിന്നെ ഡി MV രാഘവൻ. അപ്പോൾ ഓരോരുത്തരുടെ കാലഘട്ടത്തിലുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? ബേബി ജോൺ ആണ്. ബേബി ജോണിൻ്റെ കാലത്താണ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ വന്നിട്ടുള്ളത്. M കമലം സഹകരണ മന്ത്രിയായിട്ടുണ്ട്. പിന്നെ ജോസഫ് മുണ്ടശ്ശേരി മാഷെ അറിയാം, ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്ററാണ്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ദ കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ എന്തായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്റ്റുകളും നോക്കിയിരിക്കണം കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആണോ, നബാർഡാണോ, NCUI ആണോ, RBI ആണോ? ദ കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ ആരുടെയാണ്? RBIയുടെ ആണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, ഡാഷ് വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. SPCS എന്നറിയപ്പെടും. അപ്പോൾ SPCSുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ആരാണ് ഫസ്റ്റ് പ്രസിഡന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. PK ഹരികുമാർ ആണോ, MP പോളാണോ, C രാധാകൃഷ്ണനാണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? MP പോളാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പിന്നിങ് മിൽ ഈസ് അറ്റ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പിന്നിങ് മില്ലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം. ഗുജറാത്ത് ആണോ, തിരുപ്പൂർ ആണോ, മുംബൈ ആണോ, ന്യൂഡൽഹി ആണോ? ഏതാണ് ഉത്തരം? സ്പിന്നിങ് മില്ല്, നാഷണൽ ഫെഡറേഷനാണ് സ്പിന്നിങ് മില്ലിൻ്റെ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? മുംബൈ ആണ് കേട്ടോ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് എളുപ്പമുള്ളതാണ്. ഡാഷ് ഈസ് ദ ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റഡ് ബൈ മിൽമ. മിൽമയുടെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ പേരെന്താ? അപ്പോൾ പ്രോഡക്റ്റുകൾ ഇത് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് ചോദിക്കാറുണ്ട്. പലവരുടെ പ്രോഡക്റ്റും ഒട്ടുമിക്ക എല്ലാവരുടെ പ്രോഡക്ട്സും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മിൽമയുടെ പ്രോഡക്റ്റിൻ്റെ പേരെന്താ? ഫ്രൂട്ട് ജ്യൂസാണ് എന്ത്? റിഫ്രഷ് എന്നത് അല്ലേ. ഓക്കെ. പിന്നെ നിയർ മണി റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അതായത് റേഷ്യോസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഇക്വേഷൻസ് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയൊരു മേഖലയാണ്, റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളത് തന്നെയാണ്. നിയർ മണി റേഷ്യോ ആരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ക്വിക്ക് അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ളതാണെന്ത്? നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്വിക്ക് റേഷ്യോ തന്നെയാണ്. ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, അങ്ങനെ പല പേരിലും അറിയപ്പെടുമെന്ത്? ഈ നിയർ മണി റേഷ്യോ ആണ് അല്ലേ. അതെന്താ അളക്കുന്നത്? ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി മെഷർ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഉപയോഗിക്കുന്നത്. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം അതാണ്, ക്വിക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് വന്നിട്ടുള്ളത്. നിയർ മണി റേഷ്യോ എന്ന് വെച്ചാൽ ക്വിക്ക് റേഷ്യോ ആണ്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്, അതിൻ്റെ ഇക്വേഷനാണ് ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നത്. ഒരു ഫേമിൻ്റെ എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്, ഹ്രസ്വകാല ഒബ്ലിഗേഷൻസ് വിത്തൗട്ട് റിലേയിങ്, ഒരു ഇൻവെൻട്രി വിൽക്കാതെ തന്നെ അല്ലേ, അവരെ ആശ്രയിക്കാതെ തന്നെ ഒരു ഫേമിന് എത്രത്തോളം എബിലിറ്റി ഉണ്ട് അത് മീറ്റ് ചെയ്യാൻ എന്നതിനെ ഒരു സൂചിപ്പിക്കുന്നതാണ്
ഈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് വാസ് ഹെഡഡ് ബൈ. സ്റ്റഡി ടീം, കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റഡി ടീമിൻ്റെ ഹെഡ് ആരായിരുന്നു? ശിവരാമൻ. ഖുസ്രു പറഞ്ഞിട്ടുണ്ട്, ശിവരാമൻ, എസ് ഡി മിശ്ര, വൈകുന്ഠലാൽ മെഹ്ത്ത. ആരാണ് ഉത്തരമായിട്ട് വരിക? എസ് ടി മിശ്രയായിരുന്നു കേട്ടോ ഈ കമ്മിറ്റി ഹെഡ് ചെയ്തത്. അടുത്തത്, ദ ഓഡിറ്റ് ഓഫ് അപ്പെക്സ് കോപ്പറേറ്റീവ്സിൻ്റെ ഓഡിറ്റ് ആരാണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ആരാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെയാണോ? ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആണോ? അക്കൗണ്ട്സ് ജനറൽ ഉണ്ടോ? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? രണ്ടു കൂട്ടരും ഉണ്ട് കേട്ടോ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരും ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സും ഉണ്ട്. കാരണം അപ്പെക്സ് കോപ്പറേറ്റീവ്സിന് 2 തരത്തിലുള്ള ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓഡിറ്റിംഗ് നടക്കും, അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും ഉണ്ടാവും, ഫിനാൻഷ്യൽ മാറ്റേഴ്സും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആകുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആകുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസും ആണ് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ദ നെയിം ഓഫ് അംബ്രല്ല ഓർഗനൈസേഷൻ ഫോർ ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇനാഗുറേറ്റഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ഓൺ 2 മാർച്ച് 2024 ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UCBക്ക് വേണ്ടിയിട്ടുള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ചോദ്യം? ഉത്തരം അറിയോ? ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, NUCDFC എന്നാണ് ഉത്തരം കേട്ടോ. ആരാണ്? NUCDFC. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം DC. നമുക്ക് മൊത്തം നോക്കാം. യൂണിയൻ ഹോം മിനിസ്റ്റർ, അതായത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അമിത്ഷാ ആണല്ലോ, ലോഞ്ച് ചെയ്തതാണ് നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. NUCFDC എന്നാണ് പേര്. നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് പേര്. അതാണ് അംബ്രല്ല ഓർഗനൈസേഷൻ ഫോർ ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓൺ സാറ്റർഡേ 2 മാർച്ച് 2024 അറ്റ് വിജ്ഞാൻ ഭവൻ, ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, NUCFDC എന്നാണ് പേര് വരുന്നത് കേട്ടോ. ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്. ഈ ഒരു ഡൈനാമിക് ലീഡർഷിപ്പ്, അതായത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയുടെ കീഴിലുള്ള ഗൈഡൻസിലാണ് ഈ ഒരു സംഭവം ഇതിപ്പം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സഹകാർ സെ സമൃദ്ധി, ആത്മനിർഭർ ഭാരത്, അങ്ങനെ ഇതിൻ്റെയൊക്കെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവരിത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിന് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടി. എങ്ങനെയാണ്? നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യാനാണ് കിട്ടിയത് കേട്ടോ. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി NBFC ആയിട്ട്. ആൻഡ് സെർവ് ആസ് എ അംബ്രല്ല ഓർഗനൈസേഷൻ ഫോർ ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിങ് സെക്ടർ. അതുകൂടാതെ ഇതൊരു സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ കൂടിയാണ്. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സെക്ടറിലെ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെ അവരുടെ ക്യാപിറ്റലിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. 100 crores പറയുന്നുണ്ട്. ബിസൈഡ്സ് ഓഫറിംഗ് ലിക്വിഡിറ്റി ആൻഡ് ക്യാപിറ്റൽ സപ്പോർട്ട്, അംബ്രല്ല ഓർഗനൈസേഷൻ വുഡ് സെറ്റപ്പ് ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ്. ഈ എല്ലാ UCBസിനും ടെക്നോളജിക്കലി പ്ലാറ്റ്ഫോം കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ കേട്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവരുടെ ക്യാപിറ്റലിനെ കുറിച്ചും മോട്ടോനെ കുറിച്ചിട്ടൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, ചോദിച്ചതാണ് കേട്ടോ പ്രാവശ്യം. ഇപ്പം അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ദ നെയിം ഓഫ് ദ അംബ്രല്ല ഓർഗനൈസേഷൻ ഫോർ ദ UCB ഇനാഗ്രേറ്റഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ 2 മാർച്ച് 2024, മാർച്ച് 2, 2024. അപ്പോൾ അതിൻ്റെ ഫുൾ നെയിം ഒന്ന് ഓർക്കണം. എന്താ ഫുൾ നെയിം വന്നിട്ടുള്ളത്? നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. മാക്സിമം കണ്ടൻറ്റുകളൊക്കെ കണ്ടെത്തി പിന്നെ പഠിച്ചതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. കോപ്പറേറ്റീവ് ലോ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പിന്നെ വോയിസ് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. കോപ്പറേറ്റീവ് ലോ ആണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. എപ്പോൾ ജോയിൻ ചെയ്താലും ഇതുവരെ എടുത്ത ക്ലാസ്സസും നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്